ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇലച്ചെടികളുടെ ഒരു ലോകത്തേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നമ്മളാദ്യം ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ചെടികളാണ് അധികം നമ്മൾ കണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ടെണ്ണം കാണാം. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളതും പിന്നെ അല്ലാത്തതുമായ എൻ്റെ കൺമുമ്പിൽ കണ്ടതുമായ ഒരുപാട് ഇലച്ചെടികളും ഈ ചേമ്പിൻ്റെ മോഡൽ പോലത്തുള്ള ഇലച്ചെടികളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊക്കെ അപൂർവമാണ് സ്ഥലങ്ങളിലാണ്. ഫ്ലവർ ഇല്ലാത്ത ചെടികൾ ഒരുപാട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. ഇലച്ചെടി ഈ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ചെടികൾ തന്നെയാണ് പലർക്കും ഈ ഫ്ലവേഴ്സ് ഇല്ലാണ്ട് ഈ ഇലകൾ മാത്രമുള്ള ചെടികൾ, ഇതൊക്കെ ഉള്ള ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ചെടികൾ, അതൊരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ ലോകത്തേക്കാണെന്ന് നിങ്ങളാണ് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇതൊക്കെ ഒരു വെറൈറ്റി ഇലകളാണ്. അതൊക്കെ ഇവളുടെ അമ്മ ഞാൻ ഈ ചോപ്പ വിചാരിച്ചു. ഇതൊക്കെ നമ്മൾ വലിയ വലിയ വീടുകളിലൊക്കെ ഗാർഡനിലൊക്കെ കണ്ടിട്ടുള്ള സൈസ് ചെടികളാണ്. ഇത് ബട്ടർഫ്ലൈ എന്ന് പറയുന്നൊരു സൈസ് ചെടിയാണിത്. ഇത് പിന്നെ ഇതൊരു മുറികൂടി, നമ്മൾ പറയില്ലേ മുറികൂടി, ഇത് പെട്ടെന്നുണ്ടാവണ ഇഞ്ചുറിയിലൊക്കെ പെട്ടെന്ന് മുറി കൂടാൻ പറ്റിയ സൈസ് ഒരു ഇലയാണത്. ഇതും ഒരു ചെടിയിലെ പെട്ടാണ്. ഇതും ഒരു ആയുർവേദ ചെടി തന്നെയാണിത്. നമ്മളൊരു കുരുമുളകിൻ്റെ ഒരു മോഡൽ, വേറെ ഒരു വെറൈറ്റി ഇലച്ചെടിയാണിത്. ഈ അണ്ണാങ്കണ്ണൻ്റെ മുകളിലുള്ള വര പോലെ ഇതൊരു ഇലച്ചെടിയാണ്. പക്ഷെ ഇതുമ്മ ഫ്ലവേഴ്സ് ഉണ്ടെന്ന് മാത്രം. ഇതുമ്മ ഫ്ലവേഴ്സ് ഉണ്ടാവില്ല. ഇത് ഫുള്ള് ഇലച്ചെടിയാണിത്. ഇത് തന്നെ എൻ്റെ വീട്ടിലുള്ളൊരു ഒരു റോസ 2 കൊല്ലത്തോളമായിട്ടോ. ഇതും നിങ്ങൾ ഒരുപാട് കണ്ടിട്ട് നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. ഇതും ഒരു ഇലച്ചെടിയാണ്. ഇത് വെട്ടി അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല രസമാവും. ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ഈ മതിലുമൊക്കെ കണ്ടിട്ടുള്ള സാധനമാണിത്. ഇത് വേറൊരു ഇലച്ചെടിയാണ്. ഇത് എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല. അറിയാവുന്ന പേരുകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇതൊരു ഇലച്ചെടിയാണ്. ഇത് നല്ല ഹൈറ്റ് വരുന്ന ഒരു ഇലച്ചെടിയാണിത്. ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് പല വീടുകളിലും ഗാർഡനുകളിലും കണ്ടിട്ടുള്ള ഇലച്ചെടിയാണിത്. എനിക്ക് വരെന്തെന്നല്ല, ഒരു സ്നേഹമൊക്കെ ഉണ്ടാവില്ല. പല വെറൈറ്റികൾ നമ്മളൊന്ന് കാണാൻ അത് നമ്മൾ പറയില്ല. എന്നോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിൻ്റെ മേപ്പുറത്തേക്ക് പോകാറുണ്ട്. എന്നാൽ മേമേനെ കണ്ടാലും അതുപോലെ തന്നെ ആദ്യത്തെ പോലെ അവളും ഉണ്ടായിക്കല്ല, ഞാൻ ഉണ്ടായിക്കാണ്. അന്നാ പ്രശ്നം ഉണ്ടായപ്പോല്ലേ, പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അറിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു റെഡ് കളർ കൊടുത്തിട്ടുള്ള ചെടി. അച്ഛനല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ നാളെ മുതൽ കയറി വരുത്തിട്ട് പറഞ്ഞു. ഇതൊരു വെറൈറ്റി ഒരു ഇലച്ചെടി തന്നെയാണ്. ആലിൻ്റെ ഇലയുടെ ഒരു ഷേപ്പ് വരുന്നൊരു ചെടിയാണിത്. ഒരു കള്ളിയില ഒക്കെ പോലത്തുള്ളൊരു ഇലച്ചെടിയാണിത്. ഇതൊരു വെറൈറ്റി ഇലച്ചെടിയാണ് കേട്ടോ. അതിൻ്റെ പേര് എനിക്കറിയില്ല. പേരറിയുന്നവർ കമൻറ്റ് ചെയ്യണം. ഇതും ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുണ്ട്, ഈ കൊട്ടയിലൊക്കെ തൂക്കിയിട്ടിരുന്നത്. ഇതൊരു ചേമ്പിൻ്റെ അതിൻ്റെ മോഡലിൽ പറ്റിയിട്ടുള്ള ഷെയ്ഡ്, ബ്ലാക്ക് ഷെയ്ഡുള്ള ചെടി. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കംപ്ലീറ്റ് അധികം ഞാൻ കാണിച്ചിരിക്കുന്നത് ഇലച്ചെടികളാണ് കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് പിന്നെ ഇത് അഡേനിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണത്. ഇത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് കുറ്റിക്കുരുമുളക് വെച്ചതാണ് നിങ്ങളെ കാണിക്കുന്നത്. പൈപ്പിൻ്റെ മുകളിൽ കുറ്റിക്കുരുമുളക് ഒരു 5-6 വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വീട്ടിലല്ല കേട്ടോ അത് കുറ്റിക്കുരുമുളക്. ഇത് എൻ്റെ മാമിൻ്റെ വീട്ടിലാണ്.